മരണമല്ലാത്ത ഏത് രോഗങ്ങൾക്കും ശിഫ ലഭിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഔഷധമുണ്ട്. നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുണ്ടാകുന്ന ശക്തമായ വേദനകൾ ശമിക്കാൻ ഈ ഒരു ഔഷധം മതിയാകുന്നതാണ്. ഇത് അനുഭവിച്ച് ഫലമുള്ളൊരു ഔഷധവും കൂടെയാണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ എളുപ്പം എടുക്കാൻ പറ്റുന്ന വളരെ പവിത്രമേറിയൊരു വസ്തുവും കൂടെയാണ്. നമുക്ക് ഇന്ന് ആ വിഷയത്തിനെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കാം. നമ്മുടെ ശരീരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ ശിഫ ലഭിക്കാൻ കാരണമാകുന്ന അതെങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടത്, ഏതെല്ലാം രോഗങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ചെറിയ രൂപത്തിൽ ചില അതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ പറയാം. നമ്മുടെ രോഗങ്ങളൊക്കെ അത് കാരണമായിട്ട് ശിഫയാകും. അതിനും ഒരു കാരണമുണ്ട്. അത് ശിഫയാകാനുള്ള ഒരു കാരണം ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതൊക്കെ കാണാൻ സാധിക്കും. നമ്മളിവിടെ പറയുന്ന ദിക്റുകൾ, ദുആകൾ ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടാറുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് നമ്മൾ ദിക്റുകളും ദുആകളൊക്കെ കറക്റ്റ് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ദർസിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ നേരിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ അറിയിച്ചു. മക്കളെയൊക്കെ മതബൗദ്ധിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം കൃത്യമായി പഠിപ്പിച്ച് ദീനിനുപകരിക്കുന്ന നല്ല മക്കളായിട്ട് അവരെ തിരിച്ചു നൽകാൻ ഇത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ മക്കളെ ചേർക്കുന്നത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ആത്മീയാന്തരീക്ഷത്തിൽ, ഗൃഹാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടെ നല്ല കഴിവുള്ള കുട്ടികളായിട്ട് പുതിയ കാലത്തെ ഈ അരുതായ്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ലൊരു ഇസ്ലാമിക് കൾച്ചറിൽ ജീവിക്കുന്ന നല്ല മക്കളായിട്ട് ഉമ്മയാരാണ് ഉപ്പയാരാണെന്ന് മനസ്സിലാക്കുന്ന, ബോധ്യമാകുന്ന, നല്ല രൂപത്തിൽ പെരുമാറുന്ന, മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന വാർത്തകൾ കേൾക്കാത്ത സാഹചര്യങ്ങളിൽ വളരുന്ന നല്ല മക്കളായിട്ട് അവരെ തിരിച്ചു നൽകാൻ സാധിക്കും. അതിനവരെ ചെറിയ സമയം മുതലേ, ചെറിയ പ്രായം മുതലേ നമ്മൾ ഇത്തരം ദീനി സംവിധാനങ്ങളിലേക്ക് കൊണ്ടാക്കുമ്പോഴാണ് ആ രൂപത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു ലഭിക്കുക എന്നുള്ളത് അറിയിക്കുകയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പവിത്രമേറിയ ഒരു ഔഷധത്തിനെ കുറിച്ചാണ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എവിടെ പറഞ്ഞതാണ്? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്തരം ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്ന് പറയാറുള്ളത്. ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത നമുക്കൊക്കെ പരിചയമുള്ള മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കേട്ടത്? ഫിൽ ഹബ്ബത്തി സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാ. പഠിച്ചു വെച്ചോ. കരിംജീരകത്തിൽ മരണമൊഴികെയുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടെന്ന് ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയപ്പെട്ട വളരെ പവിത്രമേറിയ ആ നാക്കുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, മരണമല്ലാത്ത ഏത് രോഗങ്ങൾക്കും കരിഞ്ജീരകത്തിൽ ശിഫയുണ്ട്. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ശീതപ്രകൃതമുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് എല്ലാ രോഗങ്ങളും ഇതുകൊണ്ട് ഭേദമാകും. ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ മരുന്നുകളിൽ ഇത് ചേർക്കുകയും ചെയ്യാവുന്നതാണ്.
അങ്ങനെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ല റിസൾട്ട് ലഭിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ, മുത്തുനബി തങ്ങൾ നിർദ്ദേശിച്ച ഒരു ഔഷധവും കൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഗ്യാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ള ആളുകൾ, ഈ കൃമികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ള ആളുകൾ, അവർക്കൊക്കെ ഇത് തേനിൽ ഇത് പൊടിച്ചിട്ട് ചുടുവെള്ളത്തിൽ കലർത്തി കുടിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മാത്രമല്ല, ഇത് ഈ കിഡ്നികളിലും മൂത്രസഞ്ചികളിലൊക്കെയുള്ള ഈ സ്റ്റോണുകളുണ്ടല്ലോ, അതൊക്കെ നശിപ്പിക്കാൻ ഇത് കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്? ഇത് പൊടിച്ചിട്ട് തേനിൽ കുഴച്ചിട്ട് ചുടുവെള്ളത്തിൽ കലർത്തിയിട്ടത് കുടിക്കുക. അപ്പോൾ കിഡ്നിയിലുള്ള സ്റ്റോണ്, അതേപോലെ തന്നെ മൂത്രസഞ്ചിയിലുള്ള സ്റ്റോണ്, ഇതൊക്കെ കല്ലുകളൊക്കെ നശിക്കാൻ അത് കാരണമാകും. അതേപോലെ തന്നെ ഈ പീരിയഡ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ളവർക്ക്, അതേപോലെ തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുമ്പോഴുള്ള വിഷയങ്ങൾ, ഈ മിൽക്ക് വരാണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടത്, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഈ കരിഞ്ജീരകത്തിൻ്റെ ഈ ഒരു പ്രയോഗം പ്രയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കും. നമ്മളൊക്കെ ഒരുപാട് ആളുകൾക്ക് വർഷങ്ങളായിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കൊക്കെ നമുക്കത് അനുഭവം കൂടെയാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവരുടെ ഒരു ഫീഡ്ബാക്ക് നമ്മളോട് അറിയിക്കും. അങ്ങനെ അറിയിക്കുമ്പോൾ അതിൽ നിന്ന് റിസൾട്ട് ലഭിക്കുന്ന ചില അമൽ കൂടെയാണ് ഇത്തരം അമലുകളൊക്കെ. അതുകൊണ്ട് തന്നെ ജലദോഷത്തിന് ഇത് നന്നായിട്ട് ഉപകരിക്കും. ഇത് ഷിഫയാകാൻ വേണ്ടിയിട്ട് ഇത് പൊടിച്ചിട്ട് അത് തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് തുടർച്ചയായി അത് സ്മെല്ല് ചെയ്തുകൊണ്ടിരുന്നാൽ, വാസനിച്ചുകൊണ്ടിരുന്നാൽ ജലദോഷം വളരെ പെട്ടെന്ന് ശമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ചെയ്തു നോക്ക്, അധികം പണിയില്ലല്ലോ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്ക്. അതിങ്ങനെ ജസ്റ്റ് സ്മെല്ല് ചെയ്ത് നോക്ക്. ഇങ്ങനെ പൊടിച്ചൊരു തുണി കഷ്ണത്തിൽ പൊതിഞ്ഞിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻസിയോടുകൂടെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അത് ഷിഫയാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഇതിലൊക്കെ കാണുന്ന ഈ അരിമ്പാറ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഷിഫയാകാൻ അത് കാരണമാകും എന്നുള്ളതാണ്. കരിഞ്ജീരകം വെള്ളത്തിൽ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ ശ്വാസതടസ്സമുള്ള ആളുകൾക്ക്, ശ്വാസമുട്ടുള്ള ആളുകൾക്ക് അതൊക്കെ നീങ്ങിക്കിട്ടാൻ അത് കാരണമാകും. ഇതൊക്കെ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇത് വറുത്ത് അത് നന്നായിട്ട് പൊടിച്ച് ഒലീവ് എണ്ണ ഉണ്ടല്ലോ അതിൽ കുതിർത്ത് മൂക്കിൽ 3-4 തുള്ളി ഇറ്റിച്ച് കഴിഞ്ഞാൽ ജലദോഷം എത്ര വിട്ടുമാറാത്ത തുമ്മലുണ്ടെങ്കിൽ ആ തുമ്മലൊക്കെ മാറും എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഈ തുമ്മുന്ന വിഷയത്തിൽ വളരെ പരീക്ഷിക്കപ്പെട്ടവരുണ്ട്. വളരെയധികം പരീക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഒരു അലർജിക്കൊക്കെ വരുന്ന ചില വിഷയങ്ങളുണ്ട്. അത്രയും ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നന്നായി പൊടിച്ച് 1 ടീസ്പൂൺ വീതം ദിവസേന തണുത്ത വെള്ളത്തിൽ കുടിക്കുന്നത് ഈ വിഷമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വയറ്റിലുള്ള ചില ഇങ്ങനെയുള്ള വിഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ ഷിഫ ലഭിക്കാൻ അത് കാരണമെന്നുള്ളതാണ്. ഇനി മറ്റൊരു അമൽ നോക്കൂ. ഇത് പുകച്ചു കഴിഞ്ഞാൽ വിഷജീവികളും പ്രാണികളും അകന്നു പോകും. ഇതിൻ്റെ എണ്ണ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊക്കെ ഉപയോഗിക്കുന്നത് വലിയ രോഗങ്ങൾക്ക്, നമ്മുടെ കാലിലെ മുട്ടുവേദനയുൾപ്പെടെ ശരീരത്തിൻ്റെ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് പൊടിച്ച്, അതേപോലെ തന്നെ ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നത് ഷിഫയാകാൻ അത് കാരണമാകും. ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ലഭിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ ഒരു ഔഷധം കൊണ്ടുള്ള ചില അമലുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കരിഞ്ജീരകം അൽ ഹബ്ബത്തു സൗദാ, അതിൽ ഷിഫയുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. നമ്മൾ ഇതിനർത്ഥം നമ്മൾ ഡോക്ടറെ കാണി ഒരു മുട്ടുവേദന വരുമ്പോഴോ കാലുവേദന വരുമ്പോഴോ ഗ്യാസ് ട്രബിൾ വരുമ്പോഴോ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ സ്റ്റോൺ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണിക്കേണ്ട എന്നല്ല. നമ്മൾ ഡോക്ടറെ കാണിക്കുക, അതിൻ്റെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ടെസ്റ്റുകൾ നടത്തുക, എന്താണ് രോഗമെന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്യുക, ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ, ആയുർവേദിക്കിലാണെങ്കിൽ അങ്ങനെ, യുനാനിയിലാണെങ്കിൽ അങ്ങനെ, ഹോമിയോപ്പതിയിലാണെങ്കിൽ അങ്ങനെ, അതിൻ്റെ മെഡിസിൻസൊക്കെ കഴിക്കുക. അത് കഴിക്കുന്നതോടുകൂടെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇത്തരം ചില വിഷയങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ ചേർത്തി വെക്കുകയും ചെയ്യുക. അത് ഷിഫയാകും.
അത് നന്നായിട്ട് ഷിഫയാകാൻ കാരണം. നമ്മൾ ഇത്തരം വീഡിയോസുകളിലൊക്കെ ഇത്തരം അമലുകളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദേ ഈ ഇത് ഡോക്ടറെ കാണിക്കേണ്ടെന്നാണ് ഇതിന് ഉദ്ദേശം, ഇതിനർത്ഥം എന്നുള്ളതൊക്കെ നമ്മളങ്ങനെ എവിടെയും പറയാറില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഞാൻ തന്നെ പലപ്പോഴും എൻ്റെ ഫാമിലിയിലുള്ളവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരാണ് അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതോടുകൂടെ നമ്മൾ ശരിയായ ട്രീറ്റ്മെൻറ്റ് പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എടുക്കുന്നതോടുകൂടെ നമുക്ക് ചേർത്ത് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളെക്കുറിച്ച് പറഞ്ഞു. അതാണ് ചെയ്ത്. ഇത് മാത്രം ചെയ്യണമെന്നോ ഡോക്ടറെ കാണിക്കരുത് എന്നോ ഒന്നുമല്ല നമ്മളിതുകൊണ്ട് പറഞ്ഞത്. ഇതൊക്കെ ഒരു ബറക്കത്താണ്. ഇതൊക്കെ ഷിഫ ഉള്ള ചില വസ്തുക്കളാണ്. തേനിൽ ഷിഫയുണ്ട്, ഈ ഹബ്ബത്തു സൗദായിൽ കരിഞ്ചീരകത്തിൽ ഷിഫയുണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ട് അതൊക്കെ ഉപയോഗിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ആർക്കെന്ത് രോഗങ്ങളുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.